കേരളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് രണ്ട് ഘട്ടങ്ങളിലായാണ് ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്. ഡിസംബർ 9-ന് ആദ്യഘട്ട വോട്ടെടുപ്പ് 7 ജില്ലകളിലായി നടക്കും. രണ്ടാം ഘട്ടത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ 7 ജില്ലകൾ. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 11-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ നടക്കുക. ഡിസംബർ 13-ന് അറിയാം എന്താണ് കേരളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിധി എഴുതുന്നത് എന്താണ് എന്ന് നമുക്ക് ഡിസംബർ 11-ന് അറിയാം. എല്ലാ തരത്തിലും സജ്ജമായി കഴിഞ്ഞു. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞു. നവംബർ 14-ാം തീയതിയാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി. ഈ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ഉടൻ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയും. നവംബർ 21-ാം തീയതി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നവംബർ 22-ഓടുകൂടി നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനകൾ നടക്കും. നവംബർ 24 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി, അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ 24-ആണ്. ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഇത്തവണ 2 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. കഴിഞ്ഞ തവണ 2020-ൽ അത് 3 ഘട്ടങ്ങളിലായിരുന്നു. അന്നത്തെ പ്രത്യേക സാഹചര്യം, കോവിഡ് സാഹചര്യം കണക്കിലെടുത്തായിരുന്നു അന്ന് 3 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടന്നത്. ഇത്തവണ 2 ഘട്ടത്തിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ കോവിഡിന്റെ സാഹചര്യമില്ലാത്ത എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 2 ഘട്ടങ്ങളിലായി തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് നടന്നത്. ഇത്തവണയും 2 ഘട്ടങ്ങളിലാണ് സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡിസംബർ 9-നും ഡിസംബർ 11-നുമാണ് 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്നത്. ഡിസംബർ 13-ാം തീയതിയാണ് വോട്ടെണ്ണൽ, തെരഞ്ഞെടുപ്പ് ഫലം അറിയാനുള്ള തീയതി എന്ന് പറയുന്നത്. സിജു സുഗതൻ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. സിജു, തീയതികൾക്കപ്പുറത്തേക്ക് സ്ഥാനാർത്ഥി നിർണയം നേരത്തെ തന്നെ പല വാർഡുകളിലും പല ഭാഗങ്ങളിലും പൂർത്തിയായി കഴിഞ്ഞു. അത് സംബന്ധിച്ച പരാതികളൊക്കെ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ മൊത്തം നില പരിശോധിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് സംസ്ഥാനത്തെ പല മുന്നണികളും പല പാർട്ടികളും തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുക്കുന്നത്? കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുകയാണ്. പോയ വർഷത്തെ ഭരണത്തിന്റെ കൃത്യമായ വിലയിരുത്തലാകും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിലയിരുത്താൻ പോകുന്നത്. അടിയൊഴുക്കുകൾ എന്ന് നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പറയുന്ന കൃത്യമായ അടിയൊഴുക്കുകൾ വിലയിരുത്താനുള്ള ഘട്ടം കൂടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. വിനിഷ, ഒരുപക്ഷെ നേരത്തെ തന്നെ കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി കൈരളി ന്യൂസിനോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഇത്തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് സംസ്ഥാനത്ത് 2 പിണറായി സർക്കാരുകൾ നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ടത്, വിനിഷ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീയതികളെക്കുറിച്ച് ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നത് 2025, അതായത് ഈ മാസം നവംബർ 14 വെള്ളിയാഴ്ചയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നവംബർ മാസം 21 വെള്ളിയാഴ്ച. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്നത് 2025 നവംബർ 22 ശനിയാഴ്ചയാണ്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി 2025 നവംബർ 24 തിങ്കളാഴ്ച. പിന്നീട് നേരത്തെ വിനിഷ പറഞ്ഞതുപോലെ തന്നെ 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഒന്ന് ഡിസംബർ 9-നും ചൊവ്വാഴ്ച, ഡിസംബർ 11 വ്യാഴാഴ്ചയും. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും. രണ്ടാം ഘട്ടമായി ഡിസംബർ 11 വ്യാഴാഴ്ച തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഇന്നിപ്പോൾ നവംബർ മാസം 10-ാം തീയതിയാണ്. കൃത്യം ഡിസംബർ 9 കൃത്യം 1 മാസം ഉണ്ട് തെരഞ്ഞെടുപ്പിന്. അതായത് എല്ലാവിധ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും നടത്തുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ 1 മാസം എന്ന് പറയുന്നത് ചെറിയ സമയമാണെങ്കിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1 മാസം. നമ്മുടെ വിശദാംശങ്ങളിലേക്ക് വരാം, അത്തരം വിലയിരുത്തലുകളിലേക്ക് വരാം.